നാലമ്പല ദർശനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ കോട്ടയം രാമപുരത്ത് ഭക്തജന തിരക്ക്. കർക്കിടക മാസത്തിലെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം. രാമപുരത്തെ നാലമ്പല ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ കഴിയുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. റിപ്പോർട്ടിലേക്ക്. നാലമ്പല ദർശനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ രാമപുരത്ത് ഭക്തജന തിരക്ക്. കർക്കിടക മാസത്തിലെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം. രാമപുരത്തെ നാലമ്പല ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ കഴിയുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ക്ഷേത്ര ദർശനത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യം ഇവിടുത്തെ ദൂരം കുറവാണ് എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ദർശന ക്രമം എന്ന് പറയുന്നത് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും കഴിഞ്ഞ് വീണ്ടും ശ്രീരാമ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ ഒരിക്കൽ കൂടി ദർശനം നടത്തുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാകും. ക്ഷേത്ര ദർശനത്തിന് നടത്തുന്ന ഗുണത്തേക്കാൾ 6 ഇരട്ടി ഗുണമുള്ള ഗ്രാമപ്രദക്ഷിണം എന്ന ചടങ്ങ് കൂടി, ആചാരം കൂടി ഇവിടെ പാലിക്കപ്പെടുന്നു എന്നത് പൂർവികമായ ഒരു വിശ്വാസവും ആചാരവും എന്ന നിലയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. രാമപുരം ശ്രീരാമക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം, അമനകര ഭരതക്ഷേത്രം, മേദിരി ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെയാണ് രാമപുരത്തെ നാലമ്പല ദർശനം പൂർത്തിയാവുന്നത്. ഗ്രൂപ്പായിട്ട് വരണേ, അവിടെ നിന്ന് ഒന്നിച്ച് എല്ലാ വർഷവും വരാറുണ്ട്. നല്ല അനുഭവം തന്നെ. എല്ലാ 3-4 സ്ഥലങ്ങളിലും തൊഴുത് പോണേ. നല്ല സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാം നല്ലതായിട്ട് തന്നെയാണ് പോണത്. ഞങ്ങൾ 50 പേരോളം ഉണ്ട്. ഒരു ബസ്സിൽ വരുന്നതാണ്. ഒരു നല്ല അനുഭവം തന്നെയാണ്. ഇത് 3ാമത്തെ ക്ഷേത്രമാണല്ലോ, അപ്പോൾ അത് നല്ല അനുഭവം തന്നെയാണ്. ഇനിയും വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വരുന്നത്. ഭക്തർക്കായി അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിത്യവും അന്നദാനവും നടത്തുന്നുണ്ട്. ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. ആഗസ്റ്റ് 15 വരെയാണ് തീർത്ഥാടനം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം.